ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വീണ്ടും ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ പല സ്ട്രീറ്റിലും നമുക്ക് ഈ ബിരിയാണി കാണാൻ സാധിക്കും. നമ്മുടെ അമ്പൂർ ദം ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ ഏതായാലും ഒരു ബിരിയാണി സീരീസ് പോലെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഞാൻ ചിക്കൻ പുലാവും പിന്നെ മിൻറ്റ് ചിക്കൻ ബിരിയാണിയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ബിരിയാണിയാണിത്. ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ കൂട്ടി കഴിക്കണം. നല്ല അടിപൊളി കോംബോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ബിരിയാണി പോട്ടിൽ ഓയിൽ ഒഴിക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് നമുക്കതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഞാൻ ഒരു കഷ്ണം പട്ടയും 2 ഏലക്കായും പിന്നെ കുറച്ച് ചെറിയ ജീരകവും ആണ് ഞാൻ എടുത്തത്. ഒന്ന് ചെറിയ രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാനൊരു 500 ഗ്രാമോളം ചിക്കനാണ് എടുത്തത്. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് വേവിക്കാം. രണ്ട് മിനിറ്റ് വേവിച്ച ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പുതിന പേസ്റ്റും ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്യാം. 2 മീഡിയം സൈസ് ഉള്ളിയും 1 തക്കാളിയും 3 പച്ചമുളകുമാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇവയെല്ലാം നല്ലപോലെ മിക്സ് ആക്കുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്യാം. പിന്നെ മല്ലിച്ചപ്പും പുതിനയിലയും ചേർക്കാം. നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെയും അരിയുടെയും കണക്കനുസരിച്ച് മസാലകളിലൊക്കെ മാറ്റം വരും കേട്ടോ. ഞാനൊരു 500 ഗ്രാം ചിക്കനാണ് എടുത്തത്. അതിനനുസരിച്ചുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത്. 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 6 മിനിറ്റോളം വേവിക്കാം. തുറന്ന് നോക്കിയപ്പോൾ വേവൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങാനീര് അതിൽ ആഡ് ചെയ്യാം.
ഇനി 2.5 കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. തിള വന്നു തുടങ്ങിയാൽ നമുക്ക് അരി ആഡ് ചെയ്യാം. 1.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. ജീരക സാമ്പാർ അരിയാണ് അമ്പൂർ ദം ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ബസ്മതി അരിയാണ്. ഇത് കാണാൻ ബസ്മതി അരി പോലെ തന്നെയാണ്. അരി ആഡ് ചെയ്ത ശേഷം നമുക്കൊന്ന് മിക്സാക്കി വീണ്ടും ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിലിടാം. ചിക്കനേക്കാൾ അടിപൊളി ടേസ്റ്റാണ് അമ്പൂർ മട്ടൻ ദം ബിരിയാണിക്ക് കേട്ടോ. നിങ്ങളതും ട്രൈ ആക്കി നോക്കേണ്ടി. നല്ല അടിപൊളി ടേസ്റ്റാണ്. സെയിം പ്രോസസ്സ് തന്നെയാണ്. മട്ടന് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകും. ഫ്രൈ ചെയ്ത ഉള്ളിയും മല്ലിച്ചപ്പും പുതിനയുമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. മൂടി വെച്ച ശേഷം നമുക്ക് മുകളിലൊരു വെയിറ്റ് എന്തെങ്കിലും വെക്കണം. പിന്നെ ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യുകയും ചെയ്യാം. എന്നിട്ടൊരു 7 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ദമ്മിൽ ഇടാം. മൂടി വെച്ച ശേഷം നമുക്ക് മുകളിലൊരു വെയിറ്റ് എന്തെങ്കിലും വെക്കണം. പിന്നെ ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യുകയും ചെയ്യാം. എന്നിട്ടൊരു 7 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ദമ്മിൽ ഇടാം. അങ്ങനെ നമ്മുടെ അടിപൊളി അമ്പൂർ ദം ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. ചിക്കൻ ഫ്രൈയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ആ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാണത്. പിന്നെ ഞാൻ തക്കാളി ഉള്ളിയും മല്ലിച്ചപ്പും കൊണ്ടൊരു തട്ടിക്കൂട്ടി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.